നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ജനുവരി മാസത്തിൽ ചിത്തിര മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഇടവത്തിൽ ഗുരു, കർക്കിടകത്തിൽ കുജൻ. ജനുവരി 21-ന് കുജൻ വക്രാവസ്ഥയിൽ മിഥുനത്തിലേക്ക് രാശി മാറും. കന്നിയിൽ കേതു, ധനുവിൽ സൂര്യൻ, ബുധൻ. സൂര്യൻ ജനുവരി 14-ന് മകരത്തിലേക്ക് രാശി മാറും. ബുധൻ ജനുവരി 24-ന് മകരത്തിലേക്ക് സഞ്ചരിക്കും. കുംഭത്തിൽ ശുക്രൻ, ശനി. ശുക്രൻ ജനുവരി 28-ന് മീനത്തിലേക്ക് രാശി മാറും. മീനത്തിൽ സർപ്പൻ. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. ആദ്യമായി തുലാൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. ജനുവരി മാസത്തിൽ സൂര്യൻ തുലാൻ രാശിയുടെ 3-4 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ തുലാൻ രാശിയുടെ 11ാം ഭാവാധിപൻ കൂടിയാണ്. സൂര്യൻ 3ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ഥാനമാന ലാഭങ്ങളും മനസുഖവും മിത്രസ്നേഹവും രോഗശാന്തിയും ശത്രുനാശവും ധനവർദ്ധനവും ഉണ്ടാകും. എന്നാൽ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം സ്ത്രീകളെ കൊണ്ട് ക്ലേശങ്ങൾ, യാത്രാക്ഷീണവും ധനച്ചിലവുകളും ഗ്രഹത്തിൽ കലഹവുമാണ് അനുഭവിക്കുക. 5ാം ഭാവാധിപനായ ശനി 5ാം ഭാവത്തിൽ തന്നെ ബലവാനായി ജന്മരാശ്യാധിപനായ ശുക്രനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ ഉത്സാഹം തോന്നും. ഉയർന്ന നിലയിൽ പഠന വിജയം പ്രതീക്ഷിക്കാം. ഇൻ്റർവ്യൂകളിൽ സെലക്ഷനുകൾ കിട്ടും. ഉപരിപഠനത്തിന് പോകാം. പ്രണയിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. പക്ഷേ കുജൻ ജനുവരി 21 വരെ 5ാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. 10ാം ഭാവത്തിൽ ജനുവരി 21 വരെ കുജൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുകയില്ല. തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. നല്ല സഹകരണം വേണം എല്ലാവരോടും. 7ാം ഭാവാധിപനായ കുജൻ പുതിയ ബിസിനസ്സുകൾ ഉണ്ടാക്കും. അത് കഠിനാധ്വാനം കൊണ്ട് വികസിപ്പിക്കണം. വിദേശത്ത് ബിസിനസ്സുകാർക്ക് പ്രശ്നമില്ല. കാരണം തുലാമിൻ്റെ 12ാം ഭാവത്തിലേക്ക് ഗുരു വീക്ഷണം ചെയ്യുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ കഠിനാധ്വാനം ചെയ്താൽ നല്ല ജോലികൾ ലഭിക്കും. 7ാം ഭാവാധിപനായ കുജൻ ജനുവരി 21 വരെ 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ദമ്പതികൾക്ക് അവസാന വാരം മാത്രമേ കുറച്ച് ആനുകൂലത ലഭിക്കുകയുള്ളൂ. 9ാം ഭാവാധിപനായ ബുധൻ 3-4 ഭാവങ്ങളിലൂടെയാണ് ജനുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത്. ബുധൻ 3-ൽ സഞ്ചരിക്കുന്ന സമയം ശത്രുഭയമുണ്ടാകും. എന്നാൽ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം മാതൃസ്നേഹവും ഗ്രഹഭാഗ്യവും സന്തോഷവും ലഭിക്കും. 6-ലെ സർപ്പൻ ധനലാഭവും സുഖവും നൽകും. ജന്മരാശ്യാധിപനായ ശുക്രനും 4-ഉം 5-ഉം ഭാവാധിപനായ ശനിയും യോഗം ചെയ്ത് 5ാം ഭാവത്തിൽ നിൽക്കുന്നത് സമ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വർധനവിനെ കാണിക്കുന്നു. 12-ലെ കേതു ചിലവുകൾ ഉണ്ടാക്കും. 8-ലെ ഗുരു ദൈവാധീനക്കുറവ് കാണിക്കുന്നു. പക്ഷേ ഗുരു വക്രാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണഫലങ്ങൾ തരും. ദോഷശാന്തി ലഭിക്കാൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുകയും ചെയ്യുക. ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനവും നടത്തുക. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയുടെ 10ാം ഭാവാധിപനായ സൂര്യൻ ജനുവരി മാസത്തിൽ വൃശ്ചികത്തിൻ്റെ 2-ഉം 3-ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2-ൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവരിൽ നിന്ന് മനോദുഃഖവും ചതിയും അനുഭവത്തിൽ വരാം. വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കണം. നേത്രരോഗമുണ്ടാകാൻ സാധ്യത കാണുന്നു. ജനുവരി 14-ന് ശേഷം 3ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ ധനലാഭവും സ്ഥാനമാന ലാഭവും മനസ്സുഖവും സഹോദര സ്നേഹവും ഉന്മേഷവും ആത്മധൈര്യവും നൽകും. 10ാം ഭാവാധിപനായ രവി 2-ഉം 3-ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതലും ബുധനോട് യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിച്ചാണ് സഞ്ചരിക്കുന്നത്. ഇത് തൊഴിൽ രംഗത്ത് നല്ല ഉയർച്ചയുണ്ടാക്കും. സാഹിത്യകാരന്മാർക്കും ഗണിതത്തിൽ വിദഗ്ധരായവർക്കും ശ്രേഷ്ഠമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സമയം മെച്ചമാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു.
ഏഴാം ഭാവാധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയം ധനലാഭവും കുടുംബസുഖവും ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വിജയമുണ്ടാകും. വിദേശത്ത് പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. 5-ാം ഭാവാധിപനായ ഗുരു 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ശ്രേഷ്ഠമായ സമയമാണ്. സ്കോളർഷിപ്പുകൾ ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. 4-ൽ സഞ്ചരിക്കുന്ന ശനി ശുക്രയോഗം കുടുംബസുഖത്തെയും ആഡംബര ജീവിതത്തെയും സൂചിപ്പിക്കുന്നു. നേർഗതിയിൽ സഞ്ചരിക്കുന്ന ശനി നല്ല ഫലങ്ങളായിരിക്കുന്നത്. കണ്ടകശനിക്ക് ശമനം ഉണ്ടാകും. 5-ൽ സ്ഥിതി ചെയ്യുന്ന സർപ്പൻ ചിലവുകളെ കാണിക്കുന്നു. 9-ലും 8-ലുമായി സഞ്ചരിക്കുന്ന കുജൻ രോഗത്തെയും കടത്തെയും മാനഹാനിയെയും കാണിക്കുന്നു. എന്നാൽ വക്രാവസ്ഥയിലായിരിക്കുന്ന കുജൻ അനുകൂല ഫലങ്ങൾ നൽകും. 11-ലെ ശിഹിയും 7-ലെ സർവേശ്വരകാരകനായ ഗുരുവും ധനവരവിനെയാണ് കാണിക്കുന്നത്. കുജനും ഗുരുവും വക്രാവസ്ഥയിലായതുകൊണ്ട് ഗുണഫലങ്ങൾ കൂടുതലായി നൽകും. ശനി നേർഗതിയിലുമാണ് സഞ്ചരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ നല്ല ഫലങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ നൽകുന്നു. ദോഷപരിഹാരങ്ങൾക്കായി ശിവക്ഷേത്രത്തിൽ ധാരയും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുക. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് സൂര്യനെ കൊണ്ട് ജനുവരി മാസം മുഴുവനും പ്രതികൂല ഫലങ്ങളാണ് ലഭിക്കുന്നത്. സൂര്യൻ ധനുരാശിയുടെ ജന്മരാശിയിലും 2-ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. യാത്രാക്ഷീണം, ധനനാശം, ഉദരരോഗം, ബന്ധുക്കളുമായി തർക്കം എന്നിവ ഈ സമയത്തുണ്ടാകാം. പക്ഷേ രവി ബുധനോട് യോഗം ചെയ്താണ് കൂടുതൽ സമയവും ജനുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഇത് വിദ്യയ്ക്കും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. 10-ാം ഭാവാധിപനാണ് ബുധൻ. ആദ്യ 3 വാരം തൊഴിൽ സ്ഥലത്ത് വളരെ പുരോഗതി ഉണ്ടാകും. ജനുവരി 21-ന് ശേഷം കുജൻ 7-ലും 8-ലും വീക്ഷിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം. തർക്കങ്ങളിൽ നിന്ന് ഈ സമയത്തെ ഒഴിഞ്ഞു നിൽക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നല്ല ജോലികൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. 7-ാം ഭാവാധിപനായ ബുധൻ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇത് ബിസിനസ്സുകാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കും. ദമ്പതികൾക്ക് നല്ല സമയമാണ്. വിവാഹാലോചനകൾ ധാരാളമായി വരും. 5-ാം ഭാവാധിപനായ കുജൻ 8-ഉം 7-ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജനുവരി 21-ന് ശേഷം അനുകൂല സമയമാണ്. 8-ൽ കുജൻ സഞ്ചരിക്കുന്ന സമയം കുട്ടികൾ അലസത കാണിക്കരുത്. ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല ഫലം ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത്. എന്നാൽ 3-ൽ സ്ഥിതി ചെയ്യുന്ന ശനി ആരോഗ്യവും സുഖവും കാര്യവിജയവും ധനവർദ്ധനവും ഉദ്യോഗലാഭവും നൽകുന്നു. 4-ലെ സർപ്പൻ സുഖമില്ലായ്മയെ കാണിക്കുന്നു. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു രോഗങ്ങളും ശത്രുക്കളുടെ ശല്യവും ഭാര്യാപുത്രാദികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് കാണിക്കുന്നത്. 10-ൽ സഞ്ചരിക്കുന്ന ശിഹിയും പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. കുജനും ഗുരുവും സർപ്പനും കേതുവും പ്രതികൂലരാണ്. കുജൻ്റെയും ഗുരുവിൻ്റെയും വക്രാവസ്ഥ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. ആയതിനാൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ദോഷശാന്തിക്ക് ഉത്തമം. അടുത്തതായി മകരം രാശി. ഉത്തരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, മര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. ജനുവരി മാസത്തിൽ സൂര്യൻ മകരത്തിൻ്റെ 12-ാം ഭാവത്തിലും ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജനുവരി 14 വരെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പരദേശവാസവും കാര്യങ്ങളിൽ ഹാനിയും അധിക ചിലവുകളും ബന്ധുക്കളോട് അകൽച്ചയും സ്ഥാനഭ്രംശവുമാണ് നൽകുന്നത്. ജനുവരി 14-ന് ശേഷം ജന്മത്തിലേക്ക് രാശി മാറുന്ന സൂര്യൻ തൻ്റെ ഇടക്കുറവും ശാരീരിക ക്ലേശങ്ങളും മനോദുഃഖവും നൽകുന്നു. 10-ാം ഭാവാധിപനായ ശുക്രൻ 2-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുടർച്ചയായുള്ള ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യം, വസ്ത്രലാഭം, വിവിധ സുഖങ്ങൾ, മറ്റുള്ളവരുടെ ബഹുമാനം എന്നിവ ശുക്രൻ നൽകുന്നു. തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകും. സംസാരം തൊഴിലാക്കിയിരിക്കുന്നവർക്ക് അവരുടെ തൊഴിലിൽ നിന്നും വൻപിച്ച ധനവരവ് പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ ലഭിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ ബിസിനസ്സുകാർക്കും ദമ്പതികൾക്കും ജനുവരി 21 വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ സമയത്ത് ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചതി പറ്റാൻ സാധ്യതയുണ്ട്.
ദമ്പതികൾ പക്വത പാലിക്കണം. 5-ാം ഭാവാധിപനായ ശുക്രൻ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ്. വാക്കിൻ്റെയും വിദ്യയുടെയും സ്ഥാനത്ത് ശുക്രൻ നിന്നാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും അംഗീകാരങ്ങളും വിജയവും ലഭിക്കും. 5-ൽ ഗുരുവിൻ്റെ സ്ഥിതിയും കൂടിയുണ്ട്. 5-ലെ ഗുരു സ്ഥാനലാഭവും സന്താന ഗുണവും സർക്കാർ ആനുകൂല്യങ്ങളും നൽകുന്നു. പ്രണയിക്കുന്നവർക്ക് കാര്യങ്ങൾ സ്മൂത്തായി പോകും. വിവാഹാലോചനകൾക്ക് തടസ്സമുണ്ടാകും. 9-ലെ ശിഖി പ്രതികൂലനാണ്. പക്ഷേ ഗുരുവിൻ്റെ വീക്ഷണം ശിഖിയുടെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കും. ബുധൻ നല്ല ഫലങ്ങളല്ല തരുന്നത്. പ്രധാന ഗ്രഹങ്ങളായ ഗുരുവും ശുക്രൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. ആയതിനാൽ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുക. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ 11, 12 ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ ജനുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത്. കുംഭൻ രാശിയുടെ 7-ാം ഭാവാധിപൻ കൂടിയാണ് സൂര്യൻ. 11-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന സമയം സ്ഥാനമാന ലാഭവും ആരോഗ്യവും അഭിമാനവും സർവ്വകാര്യങ്ങളിലും വിജയവും ഉണ്ടാകുന്നു. ജനുവരി 14-ന് ശേഷം 12-ാം ഭാവത്തിലേക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോൾ സൂര്യൻ പ്രതികൂലനാകുന്നു. ബന്ധുമിത്രാദികളോട് അകൽച്ചയും കാര്യഹാനിയും അധിക ചിലവുകളും നൽകും. 10-ാം ഭാവാധിപനായ കുജൻ ജനുവരി 21 വരെ 6-ാം ഭാവത്തിൽ നീചനായി വക്രാവസ്ഥയിൽ നിൽക്കുന്നു. കർമ്മസ്ഥാനത്ത് ശനിയും ഗുരുവും വീക്ഷിക്കുന്നുണ്ട്. ആതുര സേവനം, നീതിന്യായം എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ തടസ്സങ്ങൾ മാറി വർക്ക് സ്മൂത്തായി പോകാൻ കഴിയുന്ന സമയമാണ്. തൊഴിലിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഉത്സാഹമുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. 7-ാം ഭാവാധിപനായ സൂര്യൻ 11, 12 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബുധൻ 24 വരെ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളുണ്ടാക്കും. അവസാന വാരം ബിസിനസ്സിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. ദമ്പതികൾക്ക് ആദ്യ 3 വാരം അനുകൂല സമയമാണ്. 5-ാം ഭാവാധിപനായ ബുധൻ 11-ലും 12-ലുമാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ ജന്മത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ പഠനത്തിന് വളരെ അനുകൂലത നൽകും. ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനും അവസരമുണ്ടാകും. 2-ലെ സർപ്പനും 8-ലെ ശിഖിയും നല്ല ഫലങ്ങളല്ല നൽകുന്നത്. 4-ൽ സ്ഥിതി ചെയ്യുന്ന ഗുരു ഗുണഫലങ്ങൾ കൂടുതലായി നൽകുന്നില്ല. ജന്മത്തിലെ ശുക്രൻ സുഖവും ധനവും ശത്രുനാശവും ആർഭാട ജീവിതവും നൽകുന്നു. ഗുരു, ശനി, കുജൻ, സർപ്പൻ, കേതു എന്നീ ഗ്രഹങ്ങൾ വലിയ ഗുണഫലം നൽകുന്നില്ല. ആയതിനാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശാസ്താവിനെ നീരാഞ്ജനം നടത്തുകയും ചെയ്യുക. അടുത്തതായി മീനൻ രാശി. പൂരിരുട്ടാതി, കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. സൂര്യൻ ജനുവരി മാസത്തിൽ മീനൻ രാശിയുടെ കർമ്മലാഭസ്ഥാനങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യന് അനുകൂല ഭാവങ്ങളാണ്. ആരോഗ്യവും അധികാരങ്ങളും അഭീഷ്ടലാഭവുമാണ് 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്നത്. എന്നാൽ ലാഭവും ധനപ്രാപ്തിയും സ്ഥാനമാനങ്ങളും അഭിമാനവുമാണ് 11-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ നൽകുന്നത്. 10-ാം ഭാവാധിപനായ ഗുരു 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10-ലും 11-ലും രവിയും ബുധനും യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത് കർമ്മരംഗത്തെ ഉയർച്ചയും തൊഴിലിൽ സ്ഥാനക്കയറ്റവും ഉണ്ടാകും. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. തൊഴിൽ സ്ഥലത്തെ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏറ്റെടുക്കേണ്ടി വരും. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു. ജനുവരി 21-ന് ശേഷം കുജൻ 10-ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. തൊഴിലിലൊരു ഉണർവ് ഉണ്ടാകും. പക്ഷേ സഹപ്രവർത്തകരോട് രൂക്ഷമായി പെരുമാറരുത്. 7-ാം ഭാവാധിപനായ ബുധനാണ് 10, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് നല്ല മെച്ചമായ ഒരു സമയമുണ്ടാക്കും. ദമ്പതികൾക്ക് കുഴപ്പമില്ല. 5-ാം ഭാവത്തിൽ കുജൻ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ 9-ൽ ഗുരുദൃഷ്ടിയും ബുധൻ്റെ 10-ലും 11-ലുമായ സഞ്ചാരവും കുട്ടികളുടെ പഠനത്തിന് അനുകൂലത നൽകും. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത്. 5-ലും 4-ലുമായി സഞ്ചരിക്കുന്ന കുജനും
അനുകൂലനല്ല. 7-ലെ ശിഖിയും ജന്മത്തിലെ രാഹുവും കലഹമുണ്ടാക്കും. 10ഉം 11ഉം ഭാവങ്ങളിലായി സഞ്ചരിക്കുന്ന സൂര്യനും ബുധനും നല്ല ഫലങ്ങളാണ് തരുന്നത്. 12-ലെ ശുക്രനും നല്ല ഫലങ്ങൾ തരും. എന്നാൽ 12-ലെ ശനി നഷ്ടങ്ങളും ദൂരയാത്രയും അമിത ചിലവുകളും മനക്ലേശങ്ങളും ഉണ്ടാക്കുന്നു. ശനി ശുക്രന്മാർ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഗുണഫലം നൽകും. പൊതുവെ മീനൻ രാശിക്കാർക്ക് ഒരു മധ്യമമായ ഫലമാണ് ജനുവരി മാസത്തിൽ ഉണ്ടാകുന്നത്. ദോഷശമനത്തിന് വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും മുടങ്ങാതെ നടത്തുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.